വരുന്ന അതിനിർണായക തെരഞ്ഞെടുപ്പിൽ ഇക്കുറി LDF മത്സരിക്കുന്നത് വലിയ പൊട്ടിത്തെറികൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ്. ജോസ് കെ മാണിയും കൂട്ടരും ഉയർത്തുന്ന വെല്ലുവിളികൾ മറുവശത്ത് നിൽക്കുമ്പോൾ CPM-നെതിരെ തുറന്ന യുദ്ധത്തിനിറങ്ങുകയാണ് CPI ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിന് രൂക്ഷ വിമർശനം നൽകിയാണ് CPI പുതിയ പൊട്ടിത്തെറികൾക്ക് ചൂട്ടുപിടിക്കുന്നത്. വിമർശനം അല്പം കടന്നുപോയെന്ന് പറയേണ്ടി വരും. CPM മന്ത്രിമാരും മുഖ്യമന്ത്രി പിണറായി വിജയനുമെല്ലാം CPIയുടെ വിമർശനത്തിന് ഇരയാകുന്നുണ്ട്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF തോൽവി ഏറ്റുവാങ്ങുമെന്നൊരു മുന്നറിയിപ്പ് നൽകുന്ന CPI ഇനിയും തിരിച്ചു വരുവാൻ ശ്രമിച്ചില്ല എങ്കിൽ സർവനാശമാണെന്നാണ് പറയുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്നാണ് വിമർശനം. മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തുന്ന രീതിയിലല്ലെന്നും മുഖ്യമന്ത്രിയുടെ സ്തുതിപാഠകരായി മന്ത്രിമാരെല്ലാം മാറിയെന്നും സമ്മേളനത്തിൽ വലിയ വിമർശനം വന്നു. നിലപാടുകളിൽ വ്യക്തതയില്ലാത്തയാളാണ് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വമെന്നും സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു കഴിഞ്ഞു. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ജനങ്ങൾ അറിയുന്നുമില്ല. മുഖ്യമന്ത്രിയുടെ സ്തുതിപാഠകരായി മന്ത്രിമാർ തന്നെ മാറുന്ന കാഴ്ച ഉണ്ടാകുന്നു. CPI മന്ത്രിമാർ അത്തരത്തിൽ മാറുന്നു എന്ന വിമർശനമാണ് അംഗങ്ങൾ ഉന്നയിച്ചത്. കുന്നത്തൂരിൽ മുഖ്യമന്ത്രി നവകേരള സദസ്സിലെത്തിയപ്പോൾ കേരളത്തിൻ്റെ ശില്പിയാണ് കടന്നു വരുന്നത് എന്ന് മൈക്കിലൂടെ ഉച്ചത്തിൽ ആവർത്തിച്ചത് തെറ്റായിപ്പോയി. അത്തരമൊരു സമീപനം ശരിയല്ല. നവകേരളത്തിൻ്റെ ശില്പി അച്യുതമേനോനാണെന്ന കാര്യം CPI മന്ത്രിമാരെങ്കിലും മറന്നു പോകരുത് എന്നാണ് CPI തന്നെ വിമർശിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ CPI മന്ത്രിമാർക്ക് മുട്ടുവിറക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ആ രീതി മാറണമെന്നും തിരുത്താമെങ്കിൽ തിരുത്തണമെന്നും തിരുത്തപ്പെടേണ്ട ശക്തിയായി CPI മാറണമെന്നും മറ്റു നേതാക്കന്മാർ മുന്നറിയിപ്പ് നൽകുന്നു. നേരത്തെ മധ്യ കേരളത്തിലും CPI-CPM പോര് രൂക്ഷമായിട്ടുണ്ട്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഭരണത്തിൽ തൃപ്തിയില്ലെന്നും ജനങ്ങൾക്ക് LDF-ന്റെ മുന്നണിയോട് വലിയ അതൃപ്തിയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് CPI വിമർശനവുമായി വരുന്നത്. CPM മന്ത്രിമാർ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾക്ക് ജനങ്ങൾക്ക് മുന്നിൽ CPI കൂടി ഇളിഭ്യരാകുന്നു എന്നും വിമർശനം വരുന്നു. CPI വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF മുന്നണിയിൽ നിന്ന് വിട്ടുനിന്ന് സ്വതന്ത്രരായി മത്സരിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഉയർന്നു വന്നത്. ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ CPI തനിച്ചു മത്സരിക്കാനാണ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. കുറഞ്ഞപക്ഷം CPM ശക്തമായ വെല്ലുവിളി CPIക്ക് നൽകുന്ന ഇടുക്കി അടക്കമുള്ള ജില്ലകളിലെ ചില കേന്ദ്രങ്ങളിൽ മുന്നണിയുടെ ചങ്ങലകൾ പൊട്ടിച്ച് CPI പുറത്തു വരണമെന്നും നേതാക്കൾ പറയുന്നു. നേരത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPM-നെതിരെ രൂക്ഷ വിമർശനവുമായി CPI രംഗത്ത് വന്നത് നമ്മൾ കണ്ടു. CPIM-ലെ യുവ നേതാക്കന്മാരുടെ അടക്കം ധാർഷ്ട്യമാണ് LDF-ന്റെ തോൽവിയിൽ കലാശിച്ചത്. ഇത് തിരുത്തിയില്ല എങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF തകരുമെന്നും CPI നേതാക്കൾ ഒരേ സ്വരത്തിൽ പറയുന്നു.